الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون صدق الله أيها الناس اتقوا الله അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും ശരിയായ ജാഗ്രതയോടെയും തികഞ്ഞ സൂക്ഷ്മതയോടെയും ജീവിതത്തിൽ പുലർത്താമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും നേർവഴിയിൽ നയിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകളെല്ലാം പുറത്തു തന്ന് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും അവൻ ഔദാര്യപൂർവ്വം ഒരുമിപ്പിക്കുമാറാകട്ടെ. അമ്പിയാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് വ്യക്തമാകുന്നതനുസരിച്ച് അവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള മുൻഗണനാക്രമങ്ങൾ സ്വീകരിച്ചതായിട്ട് കാണാൻ കഴിയും. അതായത് ഇസ്ലാമിനെ ഒരു ജീവിത രീതി എന്ന നിലക്ക് അവർ ആവിഷ്കരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞിട്ടുള്ളത് പോലെയല്ല മറ്റേയാൾ പറയുന്നു. ഓരോ പ്രവാചകനിൽ നിന്നും ഖുർആൻ ഉദ്ധരിക്കുന്ന പ്രധാനപ്പെട്ട തത്വവും വ്യത്യസ്തമായി വരുന്നുണ്ട് എന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. പക്ഷെ അതേസമയം തന്നെ ഈ പ്രബോധനങ്ങളെല്ലാം ചേരുന്നതാണ് ഇസ്ലാം. ഈ ഒരു ധാരണ നമുക്കുണ്ടാവണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ്, അതുപോലെ പ്രവാചകന്റെ കാലത്ത്, അതിനുശേഷമുള്ള ഇസ്ലാമിക തജ്ദീദി പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെയും ഈ സ്വഭാവത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓർഡർ ഓഫ് പ്രയോറിറ്റി, വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രയോറിറ്റി കണ്ടെത്താൻ നമുക്ക് കഴിയും. സ്വാഭാവികമായിട്ടും അവരുടെ ആവിഷ്കാരങ്ങളിലും വൈവിധ്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ശരിക്കും തുറന്ന മനസ്സോടുകൂടി ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അത് തത്വചിന്തയായിട്ടും ശാസ്ത്രമായിട്ട്, സയൻസായിട്ടും, കവിതയായിട്ടും, സംഗീതമായിട്ടും, പ്രണയമായിട്ടും, ഉന്മാദമായിട്ടും, ഐഹിക നിസ്സംഗതയായിട്ടും, സദാചാര മാർഗനിർദ്ദേശങ്ങളായിട്ടും, നീതിശാസ്ത്രങ്ങളായിട്ടും, വിമോചനമായിട്ടും ഒക്കെ ചരിത്രത്തിലേക്കും ജീവിതത്തിലേക്കും പെയ്തിറങ്ങുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഒന്നുകൂടി കൃത്യമായിട്ട് അതിൻ്റെ ഒരു സമഗ്രതയിൽ നിന്നുകൊണ്ട് പരിശോധിച്ചാൽ അതിൽ ആദ്യ ചരിത്രത്തിൽ, പ്രവാചകന് ശേഷമുള്ള ആദ്യകാല ചരിത്രത്തിൽ ഖിലാഫത്തുർ റാഷിദ, അവരുടെ ഭരണപരമായ നിർവഹണങ്ങൾ, അവരുടെ നേതൃപാടവങ്ങൾ, ജനങ്ങളോടുള്ള അവരുടെ കമ്മിറ്റ്മെന്റ്,
ഇങ്ങനൊരു സുവർണകാലത്തിന് ശേഷം പിന്നെ നമ്മൾ ഇസ്ലാമിൻ്റെ പേരിലുള്ള സംരംഭങ്ങൾ കാണുമ്പോൾ അത് ഇമാം ഹുസൈൻ്റെ പോരാട്ടമാണ് ഒരു ഭാഗത്ത്, തുടർന്ന് അബൂ ഹനീഫയുടെ യുക്തിയാണ്, അൽ ഗസാലിയുടെ ചിന്തകളാണ്, ജുനൈദുൽ ബഗ്ദാദിയുടെ വൈരാഗ്യമാണ്, ഇബ്നു റുഷ്ദിൻ്റെ സംവാദങ്ങളാണ്, റാബിയത്തുൽ അദവിയുടെ അനാസക്തിയാണ്, ഇഖ്ബാലിൻ്റെ കവിതയാണ്, റൂമിയുടെ സംഗീതമാണ്, ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ രാഷ്ട്രീയമാണ്, അതോടൊപ്പം മുഹമ്മദ് അബ്ദുവിൻ്റെ യുക്തിചിന്തയാണ്, ഹേതുബോധമാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഇസ്ലാമിനെ കുറിച്ചുള്ളൊരു സമഗ്ര വിചാരം നമുക്കുണ്ടാവുക എന്ന് മനസ്സിലാക്കണം. പക്ഷെ നമുക്ക് സംഭവിച്ചു പോകുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളങ്ങോട്ട് സ്റ്റക്കായി പോകും. അങ്ങനെ സ്റ്റക്കാകുമ്പോഴാണ് അനാശാസ്യമായിട്ടുള്ള വിഭജനങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ അനാശാസ്യമല്ല, അത് ഏത് നിലക്കാണെങ്കിൽ പോലും. മാത്രവുമല്ല, എൻ്റെ ഉമ്മത്തിൽ ഇഖ്തിലാഫ് ഉണ്ടാകുന്നത് ആ ഉമ്മത്തിന് ഖൈറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ചരിത്രം മുന്നോട്ട് പോകുള്ളൂ. വിരുദ്ധങ്ങളായ സിദ്ധാന്തങ്ങളുടെ സിന്തസിസുകളിലൂടെയാണ് ചരിത്രം എപ്പോഴും മുന്നോട്ട് പോയിട്ടുള്ളത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഡൈനാമിക്സ്, ഇതിൻ്റെ ഒരു ചലനാത്മകത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇഖ്തിലാഫുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അനുഗ്രഹമാണ് സവിശേഷമായിട്ട്. എന്നാൽ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ അങ്ങോട്ട് തറച്ചു പോവുക. അങ്ങനെ തറച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ റിജിഡായി മാറും, വളരെ സങ്കുചിതമായിട്ട് മറ്റൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധത്തിൽ. നമ്മൾ പണ്ഡിതന്മാരുടെ ആലിമീങ്ങളുടെ ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ ചില കാലങ്ങളിൽ ചിലർ സ്വീകരിച്ചിട്ടുള്ള മുൻഗണന, അതാണല്ലോ ഇവിടെ ഞാൻ പറഞ്ഞത്, ചില കാലങ്ങളിൽ ചിലർ സ്വീകരിച്ചിട്ടുള്ള മുൻഗണന. ഇപ്പൊ യുക്തി വിചാരത്തിന് യാതൊരു തരത്തിലുള്ള അതിരുമില്ലാതായി പോകുന്നു, അത് പരിധികളൊക്കെ ലംഘിച്ചു പോകുന്നു എന്ന് പറയുന്ന അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ ചിലപ്പോൾ ചില പണ്ഡിതന്മാർ കുറെ കൂടി അക്ഷരവാദപരമായിട്ടുള്ള ലിറ്ററലായിട്ടുള്ള ശൈലി സ്വീകരിച്ചിട്ടുണ്ടാവാം. എന്ന് കരുതി നമ്മൾ അതിലോ മറ്റതിലോ കുടുങ്ങി നിൽക്കരുത്. ഇത് രണ്ടും ചേരുന്നതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ചില പ്രായോഗികമായ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഇപ്പൊ മിസ്മാറു ഷെയ്ത്താൻ എന്നൊരു പ്രയോഗമുണ്ട്. എന്താണ് ഈ മിസ്മാറു ഷെയ്ത്താൻ? മിസ്മാർ എന്ന് പറഞ്ഞാൽ അറബികളുടെ ഒരു സംഗീതോപകരണമാണ്. പരമ്പരാഗതമായിട്ട് അറബികൾ സ്വീകരിച്ചു വരുന്ന ഈ അറബ് പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് ചേരുന്ന 3 സംഗീതോപകരണങ്ങളുണ്ട്. അതൊന്ന് ദഫ് എന്നൊരു കൊട്ടുവാദ്യമാണ്, രണ്ടാമത്തത് ഊദ് എന്ന് പറയും, തന്ത്രിയാണ്, സ്ട്രിങ് ആണ്, മൂന്നാമത്തത് ഈ മിസ്മാർ. മിസ്മാർ എന്ന് പറഞ്ഞാൽ ഊതുന്നതാണ്. നമ്മൾ സാധാരണ ഈ പുല്ലാങ്കുഴൽ എന്നൊക്കെ പറയുമല്ലോ, പുല്ലാങ്കുഴലല്ല സാധാരണ മറ്റൊന്ന്. എന്തായാലും ഒരു ഹദീസിൽ മിസ്മാറിനെ ശൈത്വാന്റെ വാദ്യോപകരണമായി വിശേഷിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്, അവിടെ മിസ്മാറായിട്ടല്ല വരുന്നത്, പ്രവാചകൻ ചില പ്രതീകങ്ങൾ സ്വീകരിക്കുകയാണ്. അക്കാലത്ത് മദ്യപാന സദസ്സുകളിൽ ഈ ഊത്ത് ഒരു സ്ഥിരം ഐറ്റമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മദ്യപാന സദസ്സുകളെ, മദ്യത്തിനും ചൂതാട്ടത്തിനും വേണ്ടി ഒരുമിച്ച് കൂടുന്ന അത്തരം സദസ്സുകളുടെ ഒരു പ്രതീകമായിട്ടാണ് അവിടെ മിസ്മാർ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ശൈത്വാൻ എന്നൊരു ചേർക്കൽ വളരെ സംഗതമാണ് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ എന്നതുകൊണ്ട് ഈ സാധനം തന്നെ ജീവിതത്തിനടുത്ത് പുറത്തിറേണ്ടതാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? മറ്റൊരു സന്ദർഭം ഹദീസിൽ വന്നത്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ആയിഷയും 2 കൂട്ടുകാരികളും ഒക്കെ ആയിട്ട് ഈ മിസ്മാറൊക്കെ വായിച്ചിട്ട്, മിസ്മാറിന്റെ കാര്യം ഹദീസിൽ പറയുന്നില്ല, പക്ഷെ അബൂബക്കറിന്റെ പ്രതികരണത്തിൽ അങ്ങനെ ഉണ്ട്, അതുകൊണ്ട് മിക്കവാറും അത് ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അല്ല, പാട്ടൊക്കെ പാടുകയാണ്. അതൊരു പെരുന്നാൾ ദിവസമായിരുന്നു എന്നും കാണുന്നുണ്ട്. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പെട്ടെന്നൊന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് മകളോട് ചോദിച്ചു, ആ മസാമിറു ഷയാത്തീൻ ഫീ ബൈത്തി റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ശൈത്താന്റെ മിസ്മാർ. ഉടനെ റസൂലുള്ള അബൂബക്കറിനെ തടഞ്ഞു. അവര് സന്തോഷിക്കട്ടെ, ഇന്ന് സന്തോഷിക്കാനുള്ള ദിവസമാണ്. മാത്രമല്ല അവർ ചെറുപ്പക്കാരല്ലേ, അവർക്ക് പാട്ടൊക്കെ പാടണ്ടേ.
ശരിക്കും ഈ മിസ്മാർ എന്ന് പറയുന്നത് നേർക്ക് നേരെ ശൈത്താനുമായിട്ട് നിരുപാധികം ബന്ധപ്പെടുന്നതാണെങ്കിൽ ഇങ്ങനെ പ്രവാചകൻ പറയില്ലല്ലോ. അപ്പൊ ഇങ്ങനൊരു വർത്താനവും അങ്ങനെയുള്ളൊരു ഒരു താക്കീതും ഒക്കെ ഒരുമിച്ച് ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ട്, ഒരു പാഠമുണ്ട്. അപ്പൊ ഈ രൂപത്തിലാണ് വളരെ സമഗ്രമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ വരുമ്പോഴാണ് ഇസ്ലാമിന്റെ ശരിയായ ചരിത്രം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുക. അതിന് പകരം ഏതെങ്കിലും ഒരു കോണിലോ ഏതെങ്കിലും ഒരു പോയിന്റിലോ പോയി അവിടെ തറച്ചു നിന്നിട്ട് ഇതല്ലാത്ത ബാക്കിയെല്ലാം തെറ്റാണ്, എല്ലാം ജാഹിലിയത്താണ്, എല്ലാം കുഫറാണ് എന്നൊക്കെ ഒരാൾ തീരുമാനിച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെ തന്നെ ആ ഒരു സമ്പൂർണതയിൽ ഇസ്ലാമിനെ തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പൊ ഇസ്ലാമിലെ ഏറ്റവും വലിയ ഫിഖ്ഹി പണ്ഡിതരിൽ ഒരാളാണ് ഇബ്നു ഹസ്മ. ഇബ്നു ഹസ്മ ലാഹിരി എന്ന മദ്ഹബിന്റെ ഒരു വലിയ ഷെയ്ഖാണ്, വലിയ ഇമാമാണ്. അതേസമയം ഇബ്നു ഹസ്മ പ്രണയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, പ്രണയ കവിതകൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചറിയണം, പ്രണയ കവിതകൾ എഴുതിയിട്ടുണ്ട്. പ്രണയത്തെക്കുറിച്ച് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതുപോലെ ഇസ്ലാമിന്റെ ഒരു രാഷ്ട്രീയ പ്രയോഗത്തിൽ ഊന്നി നിന്നുകൊണ്ട് ആധുനിക കാലത്ത് ഒരു വിപ്ലവത്തിന് നേതൃത്വം വഹിച്ചയാളാണ് ആയത്തുല്ലാ ഖുമൈനി. ആയത്തുല്ലാ ഖുമൈനിയുടെ കവിതാ സമാഹാരം നമുക്ക് വാങ്ങാൻ കിട്ടും. സാധാരണ സൂഫി കവിതകളിലൊക്കെ ഉണ്ടാകുന്ന ഈ മേഖാന, സാക്തി പോലുള്ള പ്രതീകങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കവിത എഴുതിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയാം. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്രയും സമഗ്രമായിട്ട് ആ ഒരു അവബോധം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇതിന്റെ മുകളിൽ നിന്ന് പറയുന്ന അധികാരവും രാഷ്ട്രീയവും സമ്പത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ദീനീ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാവുള്ളൂ. ദീൻ അള്ളാഹുവിനായിരിക്കുക എന്നുള്ളത് നിർബന്ധമാണല്ലോ. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിങ്കൽ സ്വീകാര്യമായിട്ടുള്ള ദീൻ ഇസ്ലാമാണെന്ന് പറയുമ്പോൾ സർവ്വസമർപ്പണമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക എന്നതല്ലാത്ത മറ്റൊരു ദീനില്ല. മറ്റൊരു സ്ഥലത്ത് ദീനുൽ മലിക് എന്നൊരു പ്രയോഗം കാണാം, രാജാവിന്റെ ദീൻ. അപ്പൊ രാജാവിനൊരു ദീനുണ്ടോ? ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന സ്വഭാവത്തിൽ ഒരു റിലിജ്യൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മതമാണെങ്കിൽ രാജാവിന്റെ ദീൻ എന്നൊരു പ്രയോഗം സാധുവല്ല. അതുപോലെ തന്നെ റബീഉ ഇബ്നു അമർ റളിയല്ലാഹു അൻഹുവിനോട് റുസ്തം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ഇബാദത്തസനല്ലാഹി ലിനുഖ്രിജൻ നാസ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹദ വമിൻ ദീഖി ദുനിയ ഇലാ സഅതി ദുനിയ വൽ ആഖിറ വമിൻ ജൗരിൽ അദിയാൻ ഇലാ അദ്ലിൽ ഇസ്ലാം. പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ജനങ്ങളെ വിമോചിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടതാ, ആളുകളെ സ്വതന്ത്രരാക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കാൻ. ഞാനാണ് അത്യുന്നതനായ റബ്ബ് എന്ന് ഫറോവ പറയുമ്പോൾ അതിൽ അടിമത്തമാണുള്ളത്. അതേസമയം അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് പറയുമ്പോൾ അതിൽ യഥാർത്ഥ സ്വാതന്ത്ര്യമാണുള്ളത് എന്ന തിരിച്ചറിവും ബോധവുമാണ് നമുക്ക് പ്രഥമമായിട്ടും ഉണ്ടാവേണ്ടത്. എന്തായാലും ഞങ്ങൾ ആളുകളെ വിമോചിപ്പിക്കാൻ വന്നതാണ്. എന്തിൽ നിന്ന്? ആളുകളെ അടിമകൾക്ക് അവരർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് അജയ്യനും ഏകനുമായ അള്ളാഹുവിനുള്ള അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അതുപോലെ ഈ ലോകത്തിന്റെ അതിസങ്കുചിതമായിട്ടുള്ള ഇടുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയിട്ട് ഈ ലോകത്തിന്റെ തന്നെ യഥാർത്ഥ വിശാലതയിലേക്കും പരലോകത്തിന്റെ അതിവിശാലതയിലേക്കും കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. വമിൻ ജൗരിൽ അദിയാൻ, ദീനുകളുടെ അനീതിയിൽ നിന്ന് ഇലാ അദ്ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നീതിയിലേക്ക് കൊണ്ടുപോകാൻ വന്ന. ഇസ്ലാം ദീനാണല്ലോ. അപ്പൊ അവിടെ ദീനുകളുണ്ട്, ഇവിടെ ഒരു അദ്ദീനുണ്ട്. ഈ അദ്ദീന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ അതിനോട് ചേർത്ത് പറയുന്നത് അദ്ലാണ്, മറ്റത് അനീതിയാണ്. ദീനുകളുടെ അനീതികളിൽ നിന്ന് അവരെ കൊണ്ടുപോയിട്ട്, ഇത് പറയുന്നത് ഒരു പുരോഹിതനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതപണ്ഡിതനോടോ ഒന്നുമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ നേതാവിനോടാണ് എന്ന് തന്നെ തിരിച്ചറിയണം. ഒരു രാഷ്ട്രീയ നേതാവ്, റുസ്തം എന്ന് പറഞ്ഞാൽ പേർഷ്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെയധികം അറിയപ്പെട്ടിട്ടുള്ള ഒരു പോരാളിയാണ്, സൈന്യാധിപനാണ് എന്ന് കാണാമല്ലോ. അപ്പോൾ അദ്ദേഹത്തോടാണ് പറയുന്നത് വമിൻ ജൗരിൽ അദിയ, നിങ്ങളൊക്കെ കൂടി ഉണ്ടാക്കിയിട്ടുള്ള ദീനുകളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാനാണ്, അതിന്റെ അനീതികളിൽ നിന്ന് എന്ന് പറയുമ്പോൾ വളരെ ക്ലിയറാണ്. അപ്പൊ ഇങ്ങനെയുള്ള സമഗ്രമായിട്ടുള്ള ഒരു ദീൻ, ഇതിന്റെ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു വിമോചന മുഖത്തെ, അതിന്റെ സൗന്ദര്യത്തെ ഒക്കെ, അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെ തകർക്കുന്ന പൗരോഹിത്യത്തെ സംബന്ധിച്ചും പറഞ്ഞു.
എന്തുകൊണ്ടാണ് പുരോഹിതന്മാർ പഠിപ്പിക്കുന്ന മതത്തിന് യാതൊരു തരത്തിലുള്ള ഈ പറയുന്ന ഒരു ബലതന്ത്രവും അതിൽ പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരു ചലനാത്മകത ഇല്ലാതെ അതിങ്ങനെ കെട്ടിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ച് ചിന്തിക്കണം. അതങ്ങനെ കെട്ടിക്കിടക്കുകയുള്ളൂ, അത് മുന്നോട്ടേക്ക് പോവില്ല. നേരത്തെ നമ്മൾ 3 പ്രതീകങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ഖുതുബയിൽ വിശദീകരിച്ചാണ്, ഒന്നുകൂടി പറയുന്നു. അതിൽ സാമിരിയുടെ കാര്യത്തിൽ പ്രത്യേകമായൊരു ശ്രദ്ധ വേണം. മറ്റവരുടെ 2 പേരുടെയും കാര്യം പറഞ്ഞു, ഫിറഔനിന്റെ കാര്യം പറഞ്ഞു, ഖാറൂന്റെ കാര്യവും പറഞ്ഞു. സാമിരിയോട് അല്പം ഗുരുതരമായിട്ടാണ് പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കുന്നത്. ഫദ്ഹബ്, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. ഫഇന്നലക ഫിൽ ഹയാത്തി അൻ തഖൂല ലാ മിസാസ്, നിന്റെ ഗതികേട് എന്തായിരിക്കും എന്നറിയോ? ജീവിതകാലം മുഴുവൻ എന്നെ തൊടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. അതങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം എന്നുള്ളതല്ല, അത്രമേൽ അഭിശപ്തനായിട്ട് ഈ വർത്താനം ഫിറൗനോടോ അല്ലെങ്കിൽ കാറൂനോടോ പടച്ചോൻ പറഞ്ഞില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞില്ല എന്നുള്ളതാണ്. നീ അത്രമേൽ അഭിശപ്തനായിട്ട് അസ്പൃശ്യനായിട്ട് മാറുന്നുള്ളതാണ്. മാത്രവുമല്ല പിന്നെ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഫിറൗനിന്റെ നാഗരികത തകർത്തു, അതുപോലെ കാറൂനിന്റെ വീട് അങ്ങോട്ട് അമർത്തി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നീ നിന്റെ ഇലാഹിന്റെ നേരെ നോക്ക്. നീ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മതം ഉണ്ടല്ലോ, ഉന്മാദത്തിന്റെ മതം, ആളുകളെ വിസ്മൃതിയിൽ അകപ്പെടുത്തുന്ന, ശരിക്കും ഓപ്പിയം ഓഫ് ദ പീപ്പിൾ എന്ന് തന്നെ പറയാവുന്ന, മനുഷ്യന്റെ മയക്കുമരുന്ന് എന്ന് പറയാവുന്ന ആ സാധനം ഉണ്ടല്ലോ, അത് ഞാനങ്ങോട്ട് കരിക്കാൻ പോവാണ്. കരിച്ചിട്ട് ധൂളികളാക്കി അതങ്ങോട്ട് കടലൊഴുക്കി കളയും, അതിനെ അങ്ങോട്ട് തകർത്ത് കളയും, നശിപ്പിച്ച് കളയും എന്നാണ് പറയുന്നത്. ഇതാണ് മൂസാ നബി അലൈഹി സ്വലാം അയാളോട് പറയുന്നത്. അപ്പൊ അയാളുടെ ഏറ്റവും വലിയ ഗതികേട് ജീവിതകാലം മുഴുവൻ ലാ മിസാസ്, എന്നെ തൊടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നീ നടക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും കർക്കശമായ സ്വഭാവത്തിലാണ് പുരോഹിതനെ നേരിടുന്നത് എന്ന് കാണാൻ. ഏതൊരു അധികാര വ്യവസ്ഥയും നമ്മുടെ രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും, ഫിറൗനിനെ കുറിച്ചാണെങ്കിലും അതുപോലെ ആധുനിക കാലത്താണെങ്കിലും മതകീയമായിട്ടുള്ള ഒരു പിൻബലം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. മതേതര കാലത്ത് പോലും, സെക്യുലർ കാലത്ത് പോലും അതങ്ങനെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചിലപ്പോൾ ചില മതനേതാക്കൾക്ക് ഒരു കൃത്യമായ അവബോധവും അതിൽ പ്രവർത്തിക്കുന്ന ഒരു മാനവികതയോടുള്ള ചായ്വും ഒക്കെ വരുമ്പോൾ അവർ തമ്മിൽ ഏറ്റുമുട്ടാറുണ്ട്. ഇപ്പോഴ് പോപ്പും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ നടക്കുന്ന ഒരു സംവാദമുണ്ട്. പോപ്പ് ഒരല്പം പോലും വിട്ടുകൊടുക്കാതെ ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ള മാനവികതയുടെ പക്ഷത്ത് നിൽക്കും. അത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചറിവാണ്, ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചറിവ്. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ പറയുന്ന സാമ്രാജ്യത്വ സയനിസ്റ്റ് പദ്ധതികളെ മുഴുവൻ എതിർക്കുന്നു, നിരാകരിക്കുന്നു. ഇതിനോടാണ് ട്രംപിന് അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന് കലി വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒഴിച്ചാൽ പലപ്പോഴും പുരോഹിതന്മാർ ഈ അധികാരങ്ങളുടെ ഒരു പിൻബലമായി വർത്തിച്ചതായിട്ടാണ് കാണാൻ കഴിയും. ഇപ്പൊ ഖുർആനിൽ പറയുന്ന അധികാരങ്ങളുടെ പ്രോട്ടോടൈപ്പുകളെ തന്നെ എടുക്കുക. ഫറോവയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സംഘം പുരോഹിതർ, ചരിത്രം പരിശോധിച്ചാൽ തന്നെ കാണാം. പിന്നെ നമ്രൂദിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇറാഖിലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കാലത്തുള്ള ഇറാഖിലെ ഭരണാധികാരിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അയാളോടൊപ്പം ഉണ്ടായിരുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ വാപ്പ തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ വാപ്പ ആസർ ആ സമൂഹത്തിലെ പുരോഹിത ശ്രേഷ്ഠനാണ്, അല്ലെങ്കിൽ ചീഫ് പ്രീസ്റ്റുകളുടെ ചീഫാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു സ്ഥാനം അയാൾക്ക് ഉണ്ടായിരുന്നു എന്ന് കാണണം. അയാളുടെ സപ്പോർട്ട് മുഴുവൻ ഈ അധികാരത്തോടാണ്. അപ്പൊ ഇങ്ങനെ മതകീയമായിട്ടുള്ള പിൻബലം അതിന് ലഭിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, ഇസ്ലാം എങ്ങനെയാണ് ദുരധികാരങ്ങളെ സമീപിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് പറയാം. അപ്പൊ നമ്മുടെ അതിനിടയിൽ ഷൂറയെ സംബന്ധിച്ച് പറഞ്ഞു. അതൊരു വലിയ തത്വമാണ്, ഇസ്ലാമിന്റെ ഏറ്റവും മൗലികമായിട്ടുള്ള തത്വമാണ് ഷൂറ. ഏത് ഘടനയിലാണെങ്കിലും ഏത് ഘടകത്തിലാണെങ്കിലും ഷൂറ ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. ഒരു നേതാവ് ഉണ്ടാവണം, നേതാവിനൊപ്പം ഷൂറ ഉണ്ടാവണം. നേതാവ് സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങളൊന്നും തീരുമാനിക്കരുത്. നേതാവ് എപ്പോഴും കൂടുതൽ വിനീതനായി മാറുന്ന അവസ്ഥയാണ്. ഇപ്പൊ ഖിലാഫത്തുർ റാഷിദ, നബിയുടെയും ഖലീഫമാരുടെയും ചരിത്രം പരിശോധിച്ചാൽ, ഈ 4 ശേഷമുള്ളവരെ നമ്മൾ ഖലീഫമാരായിട്ട് പരിഗണിക്കുന്നില്ല തൽക്കാലം, സൗകര്യത്തിന് വേണ്ടി. അപ്പൊ അവരുടെ ജീവിതം പരിശോധിച്ചാൽ ഖലീഫ ആവുന്നതിന് മുമ്പുള്ള ഉമറിനെ കുറിച്ച് ചിന്തിക്കുക. ഖലീഫ ആവുന്നതിന് മുമ്പുള്ള ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഉയർന്ന്
തല ഉയർത്തി നിൽക്കുന്ന, പലപ്പോഴും അബൂബക്കറിനെ ശാസിക്കുന്ന പല റിപ്പോർട്ടുകളിലും കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൂപ്പരാണ് വസീറാക്കിയിട്ട് പ്രധാനമന്ത്രിയാക്കി വെച്ചിട്ടുള്ളത്. ഷൂറയിലെ പ്രധാനി ഉമറാണ്. ഒരുപാട് കാര്യങ്ങളിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കെ തന്നെയാണ് അബൂബക്കർ ഉമറിനെ മുഖ്യ ഉപദേഷ്ടാവാക്കുന്നതും മാത്രവുമല്ല താൻ മരണാസന്നനായപ്പോൾ അടുത്ത ഖലീഫയാവേണ്ടതെന്ന് പറഞ്ഞ് പേര് നിർദ്ദേശിക്കുന്നത് ഉമറിനതാണ് എന്ന് കാണണം. ഇതാണ് അഭിപ്രായ വ്യത്യാസം. അഭിപ്രായാന്തരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. പരസ്പരം മാനിക്കാനുള്ള ഒരു സന്നദ്ധത. അപ്പൊ പലപ്പോഴും ശാസനാരൂപത്തിൽ അബൂബക്കറിനെ തിരുത്താനും അബൂബക്കറിനോട് തർക്കിക്കാനും ശ്രമിച്ചിട്ടുള്ള ഉമർ പിന്നീട് ഇമാറത്തിലേക്ക് വരുന്നതോടുകൂടി ആ സ്വഭാവം മൊത്തം മാറി. അങ്ങേയറ്റം സൗമ്യനായി മാറുന്നു. ആളുകൾ ചിലപ്പോൾ വിളിച്ചിട്ട് ഭയങ്കര ശബ്ദത്തിൽ ഷൗട്ട് ചെയ്തിട്ടൊക്കെ അദ്ദേഹത്തോട് സംസാരിക്കും. കൂടെ നിൽക്കുന്നവരാകെ സ്തംഭിച്ചു പോകും. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമീർ എന്താ ഇതൊക്കെ ഇങ്ങനെ കേട്ടു നിൽക്കുന്നത്? കേട്ടു നിൽക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇങ്ങനൊരു രീതിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് കാണാം. അതെന്താണ്? അങ്ങനെ ഉയർന്നു നിൽക്കുന്ന അധികാരം എന്ന് പറഞ്ഞിട്ടൊരു സങ്കല്പം ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ ഷൂറ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനാണ്. അമ്രുഹും ഷൂറാ ബൈനഹും. അതുമായി ബന്ധപ്പെട്ട മുസ്ലിം സമൂഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. വിശുദ്ധ ഖുർആനിൽ സഭയിലെ രാജ്ഞിയെ അനുമോദിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു സന്ദർഭം, പ്രത്യേകം അനുമോദനം പറയുന്നില്ല, പക്ഷെ അവരുടെ പ്രത്യേകമായ ഒരു ക്വാളിറ്റി എടുത്ത് പറയുമ്പോൾ ആ സമയത്ത് അവർ വിശ്വാസിയല്ല എന്നുകൂടി ഓർക്കണം. സഭയിലെ രാജ്ഞി ഒരു പ്രശ്നം വന്നപ്പോൾ ആളുകളൊക്കെ വിളിച്ചു കൂട്ടി. എന്നിട്ട് പറയുന്ന വർത്തമാനം, നിങ്ങളോട് ആലോചിക്കാതെ ഞാനൊന്നും ചെയ്യാറില്ല, നിങ്ങൾക്കറിയാലോ. അത് ഇവർ ദുർബലമായതുകൊണ്ടല്ല. ഈ സബ എന്ന് പറയുന്ന സ്ഥലം ഏതാണെന്നുള്ള കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പൊതുവെ യമൻ എന്നാണ് പറയാ. പക്ഷെ അതേസമയം ഈ സബയിലെ രാജ്ഞിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഐതിഹ്യങ്ങളും മിത്തുകളും ഒക്കെ രൂപപ്പെട്ടിട്ടുള്ളത് ആഫ്രിക്കയിലാണ്, പ്രത്യേകിച്ച് എത്യോപ്യ, ടാൻസാനിയ പോലുള്ള സ്ഥലങ്ങളും യമനും ഒക്കെ ഏതാണ്ട് ഒരുപോലെ ഒരുമിച്ച് കിടക്കുകയായിരുന്നു അന്ന് എന്നതുകൊണ്ടായിരിക്കണം നമ്മൾ അതിനെ യമൻ എന്ന് പറയുന്നത്. എത്യോപ്യക്കാർക്ക് അവരുടേതായിട്ടുള്ള മിത്ത് തന്നെ ഉണ്ട്. അവർ വിശ്വസിക്കുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാമയും സബഹ് റാണിയെ അവര് മക്കേദ എന്നാണ് വിളിക്കുന്നത്. അവരുടെ പേര് നമ്മൾ അറബിയിൽ ബൽക്കീസ് എന്നാണ് പറയാം. ബൈബിളിൽ പേരൊന്നുമില്ല, ഷേബ രാജ്ഞിനെ പറയുന്നുള്ളൂ. ഷേബ എന്ന് പറഞ്ഞാൽ സബഹ് തന്നെയാണ്. അപ്പോഴെന്തായാലും ഈ മക്കേദ എന്ന് പറയുന്ന സ്ത്രീ, അവരും സുലൈമാനും വിവാഹം കഴിച്ചിട്ട് ആണ് മെനലിക് ഒന്നാമൻ, എത്യോപ്യൻ രാജവംശത്തിലെ ആദ്യത്തെ ചക്രവർത്തിയാണ്, അല്ലെങ്കിൽ ആദ്യത്തെ രാജാവ്. എത്യോപ്യൻ രാജാക്കന്മാരുടെ പരമ്പരയിൽ നജാഷി, നേഗസ് എന്നാണ് അവർ വിളിക്കുക. നേഗസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനപ്പേരാണ്, ഒരാളുടെ പേരല്ല. അപ്പൊ ആ നേഗസുമാരിൽ ആദ്യത്തെ നേഗസ് മെനലിക് ഒന്നാമൻ സുലൈമാൻ നബിയുടെ മകനാണ് എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവര് സോളമനിക് ഡൈനാസ്റ്റി എന്നാണ് പറയാം. മാത്രമല്ല അതങ്ങനെ തുടർന്ന് ആധുനിക കാലത്തുള്ള ഹെയ്ലെ സലാസി വരെ തുടർന്ന് പോയിട്ടുണ്ട്. അതിനുശേഷം അത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ട് മാറി. പിന്നെ വേറെന്തൊക്കെയോ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് വേറെ വിഷയം. അപ്പൊ ഇങ്ങനൊരു ഐതിഹ്യം തന്നെ ഉണ്ട്. ഗധയുടെ പുസ്തകത്തിൽ ശേബാരാജ്ഞിയെ വിശേഷിപ്പിക്കുന്നത് കറുത്തവൾ. അപ്പൊ കറുത്തവൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആഫ്രിക്കൻ ആ പ്രദേശത്ത് നിന്ന് വരുന്ന ആളാണല്ലോ. അതല്ല നമ്മുടെ വിഷയം. അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത് ആളുകളുമായിട്ട് കൂടിയാലോചിക്കും. ആ ഒരു കൂടിയാലോചനയെ അത്രമേൽ വലിയൊരു സംഭവമായിട്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ഇസ്ലാമിന്റെ ഒരു ഘടന. അതിലൂടെ യഥാർത്ഥത്തിൽ പവറിനെ, അധികാരത്തെ ഡീസെൻട്രലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുപോൽബലകമായ സ്വഭാവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുക്കും റാ, നിങ്ങളെല്ലാവരും നേതാക്കളാണ്. മസൂലുൻ അൻ റഅയ്യത്തി, ഓരോരുത്തരുടെയും പരിധിയിൽപ്പെട്ട സംഗതികളെ സംബന്ധിച്ച് ഉത്തരവാദികളുമാണ്. പടച്ചവന്റെ അടുത്ത് നിങ്ങളുടെ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നേതാക്കളാണെന്ന് പറയുമ്പോൾ അതിലെ സദാചാര കാര്യം മാത്രമല്ല, അധികാരത്തിന്റെ ഒരു ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഇവിടെ നടക്കുന്നുണ്ട് എന്ന് കാണേണ്ടതാണ്. അതുകൊണ്ട് കേന്ദ്രീകൃതമായിട്ട് ഒരാള് ഒരു സൂപ്പർ പവറായിട്ട് മാറുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ്. പകരം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ആശയമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുക. ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ ചരിത്രം തന്നെ, ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ലൈഫ് ഇസ് ദ ഹിസ്റ്ററി ഓഫ് പവർ എന്ന് വേണം പറയാം. അധികാരത്തിന്റെ ചരിത്രമാണ് മനുഷ്യവംശത്തിന്റെ തന്നെ ചരിത്രം. ആളുകൾ അധികാരക്കൊതി മൂത്തിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് ശാന്തമായി മുന്നോട്ട് പോകുന്ന ജീവിതം ആകെ അട്ടിമറിയുന്നത്. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ മറുഭാഗത്ത് വില്ലനായിട്ട് പൊതുവെ മല എന്ന് പറഞ്ഞ ഒരു എലീറ്റ് കൗൺസിൽ നടത്തും. എലീറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിലെ അരിസ്റ്റോക്രാറ്റുകളുടെ ഒരു വിഭാഗം.
എന്നാൽ വളരെ കൃത്യമായിട്ട് മൂസാ നബി അലൈഹി സ്വലാമയുടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെയും ഒക്കെ ചരിത്രം പറയുമ്പോൾ അവിടെ ഭരണാധികാരി തന്നെ വളരെ മൂർത്ത രൂപത്തിൽ തന്നെ വരുന്നതായിട്ടും കാണാൻ കഴിയും. അപ്പൊ അവിടെ പവറാണ് ഏറ്റവും വലിയൊരു തിന്മയായിട്ട് തന്നെ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ എതിർക്കുന്ന, ചെറുക്കുന്ന, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, എപ്പോഴും അധികാരം നഷ്ടപ്പെട്ടു പോകും എന്നൊരു ബേജാർ ഏതോ തലത്തിൽ ഈ എലീറ്റ് കൗൺസിൽപ്പെട്ട എല്ലാവർക്കും അതുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം തുടങ്ങിയ സന്ദർഭത്തിൽ ആദ്യം ഉടക്ക് വെച്ചത് അബൂലഹബാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഖുർആനിലൊരു സൂറയൊക്കെ ഇറങ്ങിയത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. പ്രവാചകന്റെ കാലത്ത് ജീവിച്ചിരിക്കുന്ന വേറൊരാളെ സംബന്ധിച്ചും അങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു സൂറത്ത് തന്നെ ഇറങ്ങിയത് ഇയാള് അത് ആ സഫാ കുന്നിൽ വെച്ച് വർത്തമാനം പറയുമ്പോൾ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം ആളുകളൊക്കെ വിളിച്ചിട്ട് ഒരു വിരുന്ന് കൊടുത്തിരുന്നു. എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട്, എല്ലാവരുമായിട്ടും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കൂട്ടത്തിൽ ഊപ്പിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രവാചകൻ ഇത് പറയാൻ തുടങ്ങിയപ്പം അന്നേരം തന്നെ എണീറ്റ് നിന്നിട്ട് ഇടങ്ങേറുണ്ടാക്കിയതും ഇതേ ആള് തന്നെയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് അവിടെ ഒരു പവർ ഉണ്ടായിരുന്നു, അവിടെ ഒരു അധികാരമുണ്ടായിരുന്നു. ഇത് ദുർബലമായി പോകുമെന്ന് നമ്മളാരും തിരിച്ചറിയുന്നതിനേക്കാൾ വ്യക്തമായിട്ട് അയാൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ശാന്തമായി മുന്നോട്ട് പോകുന്ന ജീവിതത്തെ ആകെ അട്ടിമറിക്കാനുള്ള ശേഷി മനുഷ്യനിൽ അതിനോടുള്ള ഒരു ആസക്തിയുമുണ്ട്. അതുകൊണ്ടാണ് മലക്കുകൾ ചോദിച്ചത്, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഫസാദ്. ഫസാദ് എന്ന് പറഞ്ഞാൽ കറപ്ഷൻ, അല്ലെങ്കിൽ ഡിസോർഡർ, കയോസ് എന്നൊക്കെ പറയാം. ജീവിതത്തെ ആകപ്പാടെ താറുമാറാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സഫ്കുദ്ദിമാവ്, ബ്ലഡ് ഷെഡ്, രക്തം ചിന്തുക. അവിടെ ഫസാദ് ഉണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ആളെ നീ അങ്ങോട്ട് അയക്കാൻ പോവാണോ എന്ന് മലക്കുകൾ ചോദിച്ചത് മനുഷ്യന്റെ ഈ ഒരു പ്രകൃതത്തെ സംബന്ധിച്ചുള്ള തിരിച്ചറിവിൽ നിന്നാണ്. ഈ വിൽ ടു പവർ ഉണ്ടല്ലോ, സ്വന്തമാക്കി വെക്കണം എന്നുള്ള അവന്റെ ഒരു ആഗ്രഹം, ഇത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് മലക്കുകൾ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ എന്ന് പറഞ്ഞതിന് ശേഷം ആദമിന് പഠിപ്പിച്ചു കൊടുത്തു, അറിവ് നൽകി. അറിവുള്ളവൻ അങ്ങനെ ആവില്ല എന്നുള്ളതാണ് അള്ളാഹു നൽകുന്ന സന്ദേശം. അതിനുശേഷം ആദം അലൈഹിസ്സലാമയെ ശൈത്താൻ സമീപിക്കുന്നത് പവർ തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ലോകത്ത് എന്നേക്കുമുള്ള ജീവിതവും അവസാനിക്കാത്ത അധികാരവും തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രലോഭനത്തിലാണ് ആദ്യമായിട്ട് മനുഷ്യൻ വിടുവന്നത്. മനുഷ്യന്റെ നേരെ ഉണ്ടായിട്ടുള്ള ഒന്നാമത്തെ പ്രലോഭനം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അധികാരത്തിന്റെ പ്രലോഭനമാണ്. ഈ പ്രലോഭനത്തിലാണ് മനുഷ്യൻ വീണു പോകുന്നത്. ഈ ഒരു പ്രകൃതം അവനിൽ ഉള്ളത് കൊണ്ടാണ് മലക്കുകൾ അങ്ങനെ ചോദിച്ചതും. ഖുർആൻ വളരെ ക്ലിയർ ആയിട്ട് എന്തിനെയാണ് കൃത്യമായിട്ട് കരുതിയിരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. നാം ഒരുപാട് റസൂലുമാരെ മനുഷ്യരിലേക്ക് ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം, ത്വാഗൂത്തിനെ സൂക്ഷിക്കണം, അതിനെ വെടിയണം. താഗൂത്ത് ഇരുട്ടിലേക്കും ദലാലത്തിലേക്കും നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു, അള്ളാഹു ആണെങ്കിൽ വെളിച്ചത്തിലേക്കും ഹിദായത്തിലേക്കും നിങ്ങളെ ക്ഷണിക്കുന്നു എന്നൊക്കെ കുറെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു ബൈനറി ആയിട്ട് തന്നെ പറയാം, പരസ്പരം ഒരിക്കലും ഒത്തുചേരാത്ത ഒരു കോൺട്രഡിക്ഷൻ ആയിട്ട് തന്നെ ഈ രണ്ട് തത്വങ്ങളെയും പറയുകയാണ്. ഒരു ഭാഗത്ത് തൗഹീദ് ഉണ്ടെങ്കിൽ മറുഭാഗത്ത് താഗൂത്ത്. അപ്പോൾ അധികാരവുമായി ബന്ധപ്പെട്ട വിഷയം ഇസ്ലാമിന്റെ ഒരു വലിയ ചർച്ചാ വിഷയമാകുന്നത് അതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. ഈ ഒരു മനസ്സിലാക്കലിൽ ഇൻഷാ അല്ലാഹ് പുതിയ കാലത്തുള്ള സംഭവ വികാസങ്ങൾ കൂടി അനലൈസ് ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇതിൽ അവതരിപ്പിക്കുന്ന മാധ്യമങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് നമുക്ക് ആ വിഷയം കൂടുതൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ട് പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.